ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാൽക്കപ്പയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ കപ്പ തൊലിയെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തിള കയറി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഇനി ഈ ഊറ്റിയെടുത്ത കപ്പ നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി ഈ ചട്ടിയിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിതിലേക്കൊരു 5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുഴുവൻ തേങ്ങയ്ക്കകത്ത് 4 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചിടണം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് 5-6 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് പാതിയോളം മൂത്ത് വന്നു കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇഞ്ചി. ഞാനൊരു ചെറിയ കഷ്ണം നല്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പയും നോക്കാം. ഇപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ കപ്പയും ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.